ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് അണ്ടർഗ്രൗണ്ട് കേബിളിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ, അണ്ടർഗ്രൗണ്ട് കേബിൾ എവിടെയാണ് നമ്മളിത് ഉപയോഗിക്കുക? ഈ UG കേബിൾ എന്നൊക്കെ പറയുന്ന ആളിനെ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? അണ്ടർഗ്രൗണ്ട് കേബിൾ, അതായത് ഹൈ പവർ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് നമ്മളുടെ ഈ അണ്ടർഗ്രൗണ്ട് കേബിൾ എന്ന് പറയുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ ഒരു അണ്ടർഗ്രൗണ്ട് കേബിളിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് വയർ അതുപോലെ കേബിൾ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം അല്ലെ. വയർ പറഞ്ഞാൽ എന്താണ്, കേബിൾ പറഞ്ഞാൽ എന്താണ്, ആ ഒരു ക്ലാസിഫിക്കേഷൻ ആദ്യം നമുക്ക് നോട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് വയർ, എന്താണ് കേബിൾ? അപ്പോൾ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചേ. വയറിന് ഒരു ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, കേബിളിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു സിമ്പിൾ ഡയഗ്രാമിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിംഗിൾ ഒരു സിംഗിൾ ഇലക്ട്രിക്കൽ കണ്ടക്ടറിനെയാണ് സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് വയർ എന്ന് പറഞ്ഞാൽ. എന്താണ്? ഒരു സിംഗിൾ ഇലക്ട്രിക്കൽ കണ്ടക്ടർ. അതിനകത്ത് ആര് മാത്രമേ ഉള്ളൂ? സിംഗിൾ. കാണുന്നില്ലേ ഡയഗ്രാമാറ്റിക്കലില്? എന്താണ്? ഒരേ ഒരു കണ്ടക്ടർ മാത്രമേ ഇതിനകത്ത് ഉള്ളൂ അല്ലെ. അപ്പൊ ഒരു സിംഗിൾ ഇലക്ട്രിക്കൽ കണ്ടക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വയർ എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. കേബിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കേബിളിന്റെ പ്രത്യേകത എന്താണ് നോക്കിയേ. ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വലി ഇൻസുലേറ്റഡ് വയർ. ഒരു കൂട്ടം അല്ലെ, ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എന്താണ് ഇൻസുലേറ്റഡ് വയറിനെ എൻഗ്ലേസ് ഇൻ എ പ്രൊട്ടക്റ്റീവ് ഷീറ്റ്. അതിനകത്ത് പുറമെ എന്തുണ്ട്? പ്രൊട്ടക്റ്റീവ് ഷീറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? കേബിൾസ് എന്ന് പറയപ്പെടുന്നത്. വയറും കേബിളും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി വയേഴ്സിൽ തന്നെ വേറൊരു ക്ലാസിഫിക്കേഷൻസ് കൂടി വരുന്നുണ്ട്, നമുക്കത് നോട്ട് ചെയ്യാം. സിമ്പിൾ ആയിട്ട് വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്താണ്? ഒരു സിംഗിൾ കണ്ടക്ടർ ആണ് അല്ലെ. ഒരു സിംഗിൾ കണ്ടക്ടറിനെയാണ് നമ്മൾ എന്ത് പറയാ? വയർ എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ്? എയ്തർ എ സോളിഡ് സ്ട്രാൻഡ്. നോക്കിയേ, സോളിഡ് സ്ട്രാൻഡിന്റെ ഡയഗ്രാം കാണുന്നില്ലേ? എയ്തർ എ സോളിഡ് സ്ട്രാൻഡ് അല്ലെങ്കിൽ എന്താ? ഓർ എ ഗ്രൂപ്പ് ഓഫ് സ്ട്രാൻഡ്സ്, ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പ് ഓഫ് സ്ട്രാൻഡ്സ് ദാറ്റ് ക്യാൻ ബി ബെയർ ഓർ ഹാഫ് എ പ്രൊട്ടക്റ്റീവ് ഷീറ്റ്. ചിലപ്പോൾ ബെയർ ആയിട്ട്, അതായത് പ്രൊട്ടക്റ്റീവ് ഷീറ്റ് ഒന്നും ഇല്ലാതെ, അല്ലെങ്കിൽ എന്താണ് അതിനെ കവർ ചെയ്യാൻ നമ്മൾ ഇൻസുലേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും വയർ എന്ന് പറയുന്നത്. അപ്പൊ വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ കണ്ടക്ടർ ആണ്. മറക്കരുത്, സിംഗിൾ എന്താണ്? ഒരു സിംഗിൾ ഇലക്ട്രിക്കൽ കണ്ടക്ടറിനെയാണ്. അത് എങ്ങനെയായിരിക്കും? ഒന്നുമില്ലെങ്കിൽ അത് സോളിഡ് കണ്ടക്ടർ അല്ലെങ്കിൽ സോളിഡ് സ്ട്രാൻഡ് എന്ന് പറയാം. ഇത് നമുക്ക് പവർ സിസ്റ്റത്തിലേക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് സോളിഡ് സ്ട്രാൻഡ് റിലേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്ട്രാൻഡ്, അതായത് സ്ട്രാൻഡേർഡ് കണ്ടക്ടർ റിലേറ്റഡ് തമ്മിലുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക. കാരണം അതിന്റെ എന്താണ് ഈ ഒരു കേസ് തന്നെ നോക്കുക. അതായത് സ്ട്രോങ് ബട്ട് നോട്ട് ഫ്ലെക്സിബിൾ, ഹൈ ഫ്ലെക്സിബിൾ, ആ ഒരു കമ്പാരിസൺ വെച്ചിട്ടാണ് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ അത് നോട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ എന്താണ് വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇസ് എ സിംഗിൾ കണ്ടക്ടർ either a solid strand, ഒന്നുമില്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും? സോളിഡ് സ്ട്രാൻഡ്, അല്ലെങ്കിൽ എന്താ? or a group of strands that can be bare or have a protective sheet. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? വയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കമ്പാരിസൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ അത് നോട്ട് ചെയ്യുക. അതായത് സോളിഡ് കണ്ടക്ടറിന് എങ്ങനെയായിരിക്കും? സിംഗിൾ സോളിഡ് വയർ. ഡയഗ്രാം നോക്കിയേ, ഒരു സിംഗിൾ സോളിഡ് വയർ മാത്രമല്ലേ ഇതിനകത്തുള്ളൂ അല്ലേ? ഒരു സിംഗിൾ സോളിഡ് വയർ മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. നടുവിൽ കണ്ടില്ലേ? ഈ ഒരു സിംഗിൾ സോളിഡ് വയർ മാത്രമേ ഉള്ളൂ. പ്രൊട്ടക്റ്റീവ് ആയിട്ട് എന്താണ്? ഒരു ഇൻസുലേഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അടുത്ത നോക്കിയേ, സ്ട്രോങ് ബട്ട് നോട്ട് ഫ്ലെക്സിബിൾ. വളരെ സ്ട്രോങ് ആയിരിക്കും. ഇയാൾ എന്താണ്? വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളാണത് അല്ലെ. വളരെ സ്ട്രോങ് ആയിരിക്കും, പക്ഷെ എന്താണ്? ഫ്ലെക്സിബിൾ അല്ല. നമുക്ക് ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റില്ല. യൂസ്ഡ് ഇൻ ഇന്റേണൽ വയറിംഗ് ഷോർട്ട് റൺസ്. എവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നത്? ഇന്റേണൽ വയറിംഗിന്റെ അപ്ലിക്കേഷൻസിലാണ് നമ്മൾ ആരിനെ യൂസ് ചെയ്യുന്നത്? ഈ സോളിഡ് കണ്ടക്ടറിനെ യൂസ് ചെയ്യുക. അടുത്ത നോക്കിയേ, സ്ട്രാൻഡേർഡ് കണ്ടക്ടറിന് എങ്ങനെയാണ്? മൾട്ടിപ്പിൾ സ്മാൾ വയർ. കണ്ടോ? ഒന്നിൽ കൂടുതൽ. കാണുന്നില്ലേ? ഇതൊരെണ്ണം, അടുത്തത് ഇങ്ങനെ കാണുന്നില്ലേ? അപ്പൊ എന്താണ്? മൾട്ടിപ്പിൾ സ്മാൾ വയേഴ്സ് കൂടിയതാണ് ആര്? സ്ട്രാൻഡേർഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ആള് ഹൈ ഫ്ലെക്സിബിൾ ആണ്. വളരെ ഫ്ലെക്സിബിൾ ആണ്. പിന്നെ എന്താണ്? ഹാൻഡിൽ വൈബ്രേഷൻ, ബെൻഡിങ്, മൂവ്മെന്റ്. യൂസ്ഡ് ഇൻ ലോങ് ഡിസ്റ്റൻസ് ലൈൻസ്. എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക? ലോങ് ഡിസ്റ്റൻസ് ലൈൻസിലൊക്കെയാണ് നമ്മൾ ആരിനെ ഉപയോഗിക്കുന്നത്? ഈ സ്ട്രാൻഡേർഡ് കണ്ടക്ടേഴ്സിനെ ഉപയോഗിക്കുന്നത്.
അപ്പൊ വയേഴ്സ് എന്താണെന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആയി. ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ കണ്ടക്ടർ ആണ് ആര്, നമ്മളുടെ വയർ എന്ന് പറയുന്ന ആള്. നെക്സ്റ്റ് നോക്കാം നമുക്ക് കേബിൾസ് എന്താണെന്ന് നോട്ട് ചെയ്യാം. കേബിളിന്റെ ബേസ് ഞാൻ പറഞ്ഞപ്പോൾ എന്താണ്, ഒരു കൂട്ടം എന്താണ് വയേഴ്സ് കമ്പൈൻ ചെയ്തിട്ട്, അങ്ങനെയല്ലേ പറഞ്ഞു തന്നത്. അത് തന്നെയാണ് എ കേബിൾ കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ വയേഴ്സ്. ഒന്നിൽ കൂടുതൽ വയേഴ്സ് അവിടെ ഉണ്ടാവും. എന്താണ്, ഒന്നിൽ കൂടുതൽ വയേഴ്സ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പൊ മൾട്ടിപ്പിൾ വയേഴ്സ് ദാറ്റ് ആർ യൂഷ്വലി ഇൻസുലേറ്റഡ്. അത് എങ്ങനെയായിരിക്കണം, ഇൻസുലേറ്റഡ് ആയിരിക്കണം. ഇൻസുലേഷൻസ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് അത്. ബെയർ ആയിരിക്കില്ല. എങ്ങനെയായിരിക്കണം അത്, ഇൻസുലേറ്റഡ് ആയിരിക്കണം. അപ്പൊ നോക്കിയേ, കേബിൾ കൺസിസ്റ്റ് ഓഫ് multiple wires that are usually insulated and then bundled together. അതെങ്ങനെയാ, തനിയെ വെച്ചാൽ പറ്റോ, ഇല്ല, ബണ്ടിൽ, ഒരുമിച്ച് അല്ലെ, ബണ്ടിൽ ടുഗദർ ഓഫ്റ്റൻ വിത്ത് ആൻ ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയർ. നിങ്ങൾക്ക് താഴെ കാണുന്ന ഡയഗ്രാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നോക്കിയേ, എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടക്ടർ ഉണ്ട്, ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഒരു എന്താണ് പ്രൊട്ടക്ഷൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ഇതെല്ലാം കേബിളിന് എക്സാമ്പിൾ ആണ്. ഓരോ കേബിളിലും നോക്കിയേ ആരുണ്ട്, സെന്റർ പോർഷനിൽ ഒരു കണ്ടക്ടർ ഉണ്ട്, കാണുന്നില്ലേ? സെന്റർ പോർഷനിൽ ആരാണ്, കണ്ടക്ടർ. കണ്ടക്ടറിന് താഴെ ആരുണ്ടാവും, ഒരു ഇൻസുലേഷൻ ഉണ്ടാകും. ഇൻസുലേഷൻ ഉണ്ട്, ഇൻസുലേഷനും താഴെ എന്താണ്, വീണ്ടും അതിനൊരു പ്രൊട്ടക്റ്റീവ് ലെയർ, ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയർ എല്ലാ കേബിൾസിലും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡയഗ്രാം കാണുന്നില്ലേ? ഓരോ ടൈപ്സ് ഓഫ് കേബിൾ ആണ് താഴെ തന്നിട്ടുള്ളത്. അപ്പൊ നോക്കിയേ, ലോ ടെൻഷൻ കേബിൾ ആണെങ്കിൽ കൂടി എന്തുണ്ട്, ഇൻസുലേറ്റർ ഉണ്ട്. ഇൻസുലേറ്റർ അല്ലെ, ഈ റെഡ്, ബ്ലൂ, ഗ്രീൻ എല്ലാം ഒക്കെ എന്താ കാണിക്കുന്ന, വയർ ഇൻസുലേഷൻ ആണ്. നടുവിലുള്ള എന്താണ്, അലുമിനിയം അല്ലെങ്കിൽ കോപ്പർ ആണ് നമ്മൾ എന്താണ് കണ്ടക്ടർ ആയിട്ട് യൂസ് ചെയ്യുക അല്ലെ. അപ്പൊ എന്താണ്, എല്ലാത്തിനകത്തും എന്തുണ്ട്, കണ്ടക്ടറിന് പ്രൊട്ടക്റ്റീവ് ആയിട്ട് ഒരു ഇൻസുലേഷൻ ഉണ്ട്. ഇൻസുലേഷനെ കൂടാതെ എന്താണ്, ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയർ എല്ലാ കേബിൾസിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ പറയുന്നത്, എ കേബിൾ കൺസിസ്റ്റ് ഓഫ്, എന്താണ് കേബിളിനകത്തുള്ളത്, മൾട്ടിപ്പിൾ വയേഴ്സ് ആണ് ഉള്ളത്. എന്താണ് അവിടെ ഉള്ളത്, മൾട്ടിപ്പിൾ വയേഴ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോട്ട് ചെയ്യുക, that are usually insulated. അതെങ്ങനെയായിരിക്കണം, ഇൻസുലേറ്റഡ് ആയിരിക്കണം. ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അതെങ്ങനെയാണ്, ബണ്ടിൽഡ് ടുഗദർ ഓഫ്റ്റൻ വിത്ത് ആൻ ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയർ. അപ്പൊ കേബിൾ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, വയർ യൂസ് ചെയ്തിട്ട് നമുക്ക് കറന്റ് ഒക്കെ ക്യാരി ചെയ്താൽ പോരെ. പക്ഷേ മോർ കറന്റ്, ഒരുപാട് ലാർജ് എമൗണ്ട് ഓഫ് കറന്റ് നമ്മൾ ക്യാരി ചെയ്യണമെങ്കിൽ ആരാവശ്യമാണ് നമുക്ക്, കേബിൾ ആവശ്യമാണ് അല്ലെ. ഹൈ കറന്റ് ക്യാരി ചെയ്യാൻ നമുക്കറിയാം, പവർ ട്രാൻസ്മിഷൻ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എന്താണ്, ഹൈ കറന്റ് അതിലൂടെ ക്യാരി ചെയ്യും. വയർ യൂസ് ചെയ്ത് ക്യാരി ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കേബിൾസ് ഉപയോഗിക്കുന്നത്. അപ്പൊ നോക്കിയേ, കേബിൾസ് ആർ ഡിസൈൻ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കേബിൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ഹാൻഡിൽ മോർ കറന്റ്. വളരെ ഇമ്പോർട്ടന്റ്, എന്താണ്, ഹാൻഡിൽ മോർ കറന്റ്. കറന്റ് ഒരുപാട് ക്യാരി ചെയ്യാൻ, can be used of various application. എവിടെയാണ് കേബിൾസിന്റെ അപ്ലിക്കേഷൻസ് വരുന്നത്, പവർ ട്രാൻസ്മിഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ പർപ്പസിലാണ് നമ്മൾ കൂടുതലായിട്ടും ആരിനെ ഉപയോഗിക്കുന്നത്, കേബിൾസിനെ ഉപയോഗിക്കുന്നത്. കാണാൻ പറ്റും, നിങ്ങൾക്ക് അറിയാം, അണ്ടർഗ്രൗണ്ട് കേബിളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അല്ലെ, കാണാൻ പറ്റുന്ന ഒരാളാണ് ഇത്. അപ്പൊ നോക്കിയേ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കേബിൾസ് നമുക്ക് അവൈലബിൾ ആണ് പവർ ട്രാൻസ്മിഷന്റെ കേസിൽ. ഏതൊക്കെയാണ്, ഒന്ന് ലോ ടെൻഷൻ കേബിൾ, താഴെ തന്നിട്ടുള്ള ഡയഗ്രാം നോക്കിയേ, ലോ ടെൻഷൻ, സൂപ്പർ ടെൻഷൻ, എക്സ്ട്രാ സൂപ്പർ ടെൻഷൻ, ഹൈ ടെൻഷൻ, എക്സ്ട്രാ ഹൈ ടെൻഷൻ. അങ്ങനെ കേബിൾസിനെ പല രീതിയിലും എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അപ്പൊ കേബിൾസ് എന്ന ടോപ്പിക് ഓക്കെ അല്ലേ. അപ്പൊ വയറും കേബിളും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ അണ്ടർഗ്രൗണ്ട് കേബിളിലോട്ട് പോവാം. അപ്പൊ എന്താണ് അണ്ടർഗ്രൗണ്ട് കേബിൾ, ഒരുപാട് തവണ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് അണ്ടർഗ്രൗണ്ട് കേബിൾ എന്ന് പറയുന്നത്. അതിന്റെ പാർട്സുകൾ, അതായത് കൺസ്ട്രക്ഷൻ വൈസ് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത്രയും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയ ആണ് കൺസ്ട്രക്ഷൻ ഓഫ് UG കേബിൾ. അപ്പൊ കാണുന്ന അണ്ടർഗ്രൗണ്ട് കേബിളിന്റെ ഡയഗ്രാമറ്റിക്കൽ ഇന്റേണൽ ഡയഗ്രാം ആണിത്. അപ്പൊ ഒന്ന് നോക്കൂ, എന്തൊക്കെ പാർട്സ് ആണ് ഒരു അണ്ടർഗ്രൗണ്ട് കേബിളിനകത്ത് ഉള്ളത്. എന്തൊക്കെയായിരിക്കും, ഒരു കേബിൾ എന്ന് പറയുമ്പോൾ തന്നെ ആരുണ്ടാവും അതിനകത്ത്, കണ്ടക്ടർ ഉണ്ടാവും അല്ലെ. കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, ഷുവർ ആണോ? അപ്പൊ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എവിടെയാണ്, ഉള്ളിൽ, ഏറ്റവും ഉള്ളിലാണ് ആരുണ്ടാവുക, കണ്ടക്ടർ ഉണ്ടാവുക. കണ്ടക്ടറിനെ കൂടാതെ ആരുണ്ടാവും, അതിന് പുറത്ത് ഒരു ഇൻസുലേറ്റർ ഉണ്ടാവും അല്ലെ. ഇൻസുലേറ്ററിനെ കൂടാതെ ആരുണ്ടാവും, കുറെ പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ഉണ്ടാവും അല്ലെ. കാരണം അണ്ടർഗ്രൗണ്ടിലാണ് നമ്മൾ ഈ കേബിളിനെ ഇടാൻ പോകുന്നത്. അപ്പൊ അവിടെ എന്തുണ്ടാവും, മോയിസ്ചർ എഫക്റ്റ് ഉണ്ടാവും അല്ലെ,
സോയിലിന്റെ ഓരോ എന്താണ് ഫാക്ടേഴ്സും അതിനെ എഫക്ട് ചെയ്യും അല്ലെ, ക്ലൈമറ്റ് ചേഞ്ചിനെ എഫക്ട് ചെയ്യും. അപ്പൊ ഓരോ ഫാക്ടേഴ്സും ആ കേബിളിനെ എഫക്ട് ചെയ്യും. അപ്പൊ അതിന് എന്ത് വേണം, അത്രയും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ലെയർ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആദ്യം എന്താണ് വരിക, കണ്ടക്ടർ. കാണുന്നില്ലേ, കണ്ടക്ടർ ആണ് ഫസ്റ്റ് പാർട്ടിൽ. കാണുന്നില്ലേ, ഡയഗ്രാമിൽ കാണുന്നില്ലേ നിങ്ങൾക്ക് കണ്ടക്ടർ? ആദ്യം കണ്ടക്ടർ ആണ് തന്നിട്ടുള്ളത്. പിന്നെ എന്താ വരിക, കണ്ടക്ടർ എന്താണ്, ഇലക്ട്രിക്കൽ കറന്റ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കണ്ടക്ടർ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടക്ടർ ആണ് അല്ലെ. കണ്ടക്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, കണ്ടക്ടർ സാധാരണ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, ഏതാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ ഏതായിരിക്കും, കോപ്പർ അല്ലെങ്കിൽ എന്താ അലുമിനിയം കണ്ടക്ടേഴ്സ് ആണ് നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. കണ്ടക്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആര് വേണം, ഇൻസുലേഷൻ വേണം. അപ്പൊ ആദ്യം കണ്ടക്ടർ സി, പിന്നെ ആര് വന്നു, ഇൻസുലേഷൻ അല്ലെ. കണ്ടക്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അതായത് ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ ഓവർ ദ കണ്ടക്ടർ. അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്, PVC, XLPE, അങ്ങനെ പല പല മെറ്റീരിയൽസ് നമ്മൾ അവിടെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. നമുക്ക് വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്താണ് അടുത്തത്, എന്താ ഇൻസുലേഷൻ അല്ലെ. കണ്ടക്ടർ കഴിഞ്ഞു, കണ്ടക്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻസുലേഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആരാണ് വരുന്നത്, ഇന്നർ ഷീറ്റ് അല്ലെങ്കിൽ മെറ്റാലിക് ഷീറ്റ് എന്നും പറയും കേട്ടോ. ഇതിനെ എന്തും പറയും, മെറ്റാലിക് ഷീറ്റ് എന്നും പറയും. മെറ്റാലിക് ഷീറ്റ് എന്ന നെയിമിലും ഇയാളെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ റെഫർ ചെയ്യുന്ന മെറ്റീരിയൽ അനുസരിച്ച് ചിലപ്പോൾ മെറ്റാലിക് ഷീറ്റ് എന്ന രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം ഇവിടെ നിന്ന്. അപ്പൊ എന്താണ് മെറ്റാലിക് ഷീറ്റ്, എന്തിനാണ് മെറ്റാലിക് ഷീറ്റ് യൂസ് ചെയ്യുന്നത്, നമ്മളുടെ ഇൻസുലേഷൻ, ഹോൾഡ് ഇൻസുലേറ്റഡ് കോർ ടുഗദർ ആൻഡ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ. ഇൻസുലേഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെറ്റാലിക് ഷീറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത് ആരാണ്, മെറ്റാലിക് ഷീറ്റ്, CIM നോട്ട് ചെയ്യാ കേട്ടോ. അടുത്തത് ആരാ വരുന്നത്, മെറ്റാലിക് ഷീറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അടുത്ത ആളാരാണ്, ബെഡിങ് അല്ലെ. ബെഡിങ് അതായത് ബി. അടുത്തത് എന്ത് വരും, അടുത്ത ആൾ ആരാ വരുന്നത്, ബെഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർമറിങ് ആണ് വരുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓരോന്നും. അതായത് കണ്ടക്ടർ, ഇൻസുലേറ്റർ, മെറ്റാലിക് ഷീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ആരാ വന്നത്, ബെഡിങ് വന്നു അല്ലെ. ബെഡിങ് കഴിഞ്ഞ ആർമറിങ്. എന്തിനു വേണ്ടിയിട്ടാണ്, മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ അല്ലെ. കേബിളിന്റെ മെക്കാനിക്കൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരിനെ ഉപയോഗിക്കുന്നത്, ആർമറിങ്ങിനെ. ക്ലിയർ. നെക്സ്റ്റ് ഏതാ വരുന്നത്, സർവിങ്, ഔട്ടർ ലെയർ. ഏറ്റവും അവസാനം കാണുന്ന ആളാണ് ആര്, നമ്മളുടെ സെർവിങ് എന്ന് പറയുന്ന ആള്. അപ്പൊ നോക്കിയേ, നിങ്ങൾക്ക് ഒരു കോഡ് കിട്ടിയിരുന്നു അല്ലേ. അതായത് ആദ്യം കണ്ടക്ടർ C, ഇൻസുലേഷൻ I, M, ഇന്നർ മെറ്റാലിക് ഷീറ്റ് അല്ലെങ്കിൽ എന്താണ് ഇന്നർ ഷീറ്റ് എന്ന് പറയുന്നത് M. അടുത്തത് എന്താ, ബെഡിങ്, ആർമറിങ്, സർവിങ്. അപ്പൊ എന്താ കോഡ് വന്നത്, സിംബാസ്. നോട്ട് ചെയ്തേ, സിംബാസ് എന്ന കോഡ് വന്നു. കാരണം അടുത്ത ലെയേഴ്സ് ആരൊക്കെയാണ്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ ഈ ഒരു കോഡ് നിങ്ങൾ മറക്കാതെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നും ആദ്യം വരുന്ന, എന്തായാലും ഫസ്റ്റ് ആരാണ്, കണ്ടക്ടർ. കണ്ടക്ടറിന് ഇൻസുലേറ്റർ ഉണ്ട്. ഇൻസുലേറ്റർ കഴിഞ്ഞാൽ അടുത്തത് എന്താ, CIM മെറ്റാലിക് ഷീറ്റ്. B എന്താ, ബെഡിങ്. A എന്ന് പറഞ്ഞാൽ എന്താ, ആർമറിങ്. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവിങ്. അപ്പൊ ഈ ഒരു കോഡ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് എഴുതിയത്. ഈ ഒരു കോഡിലാണ് നമ്മൾ എന്താണ് ഈ അണ്ടർഗ്രൗണ്ട് കേബിളിന്റെ കൺസ്ട്രക്ഷൻ ഓരോ പാർട്സുകളും വരുന്നത്. സിംബാസ് പറ്റുമെങ്കിൽ ഓർത്ത് വെക്കുക. കാരണം എന്താ, ഇതിൽ നിന്നാണ് ഓരോ പാർട്സുകളും. നോക്കി, കണ്ടക്ടർ വരുന്നുണ്ട്, ഇൻസുലേറ്റർ വരുന്നുണ്ട്, ഡയഗ്രാം വരച്ചു നോക്കിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ, ഇങ്ങനെയാണ് ഓരോ പാർട്സുകളും വരുന്നത്. അപ്പൊ ഓരോ പാർട്സിന്റെയും ഫങ്ഷൻസ് ഏതൊക്കെയാണ് നമുക്ക് നോട്ട് ചെയ്യാം. ഇതാ അതിന്റെ ഒരു ഇന്നർ ഷീറ്റ് ആണ്. ഇതാണ് നമ്മൾ കാണുന്നത്, നമുക്ക് കാണാൻ പറ്റുന്ന ആള് അല്ലെ. ഈ ഒരു ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെന്റേഷൻ നോക്കിയേ, ഇങ്ങനെയല്ലേ നമുക്ക് ഈ കേബിളിനെ കാണാൻ പറ്റുക, അണ്ടർഗ്രൗണ്ട് കേബിളിനെ. അപ്പൊ ആദ്യം നടുവിൽ ആരാ ഉള്ളത്, നമ്മളുടെ കോറ്. കോറിന് മേലെ ഇൻസുലേഷൻ, ഇൻസുലേഷന് മേലെ ആരുണ്ട്, മെറ്റാലിക് ഷീറ്റ്. കാണുന്നില്ലേ, മെറ്റാലിക് ഷീറ്റ് ഉണ്ട്. അടുത്തത് ആരാ ഉള്ളത്, മെറ്റാലിക് ഷീറ്റ് കഴിഞ്ഞാൽ ആരാ വരുന്നത്, ബെഡിങ് അല്ലെ. ബെഡിങ് വരുന്നുണ്ട്. ബെഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആരാ വന്നത്, ആർമറിങ്. പിന്നെ വരുന്നത് സർവിങ് ആണ്. ഡയഗ്രാം നോക്കിയേ, ആദ്യം നമ്മളുടെ എന്താ വരുന്നത്, കണ്ടക്ടർ അല്ലെങ്കിൽ കോർ. കോർ അല്ലെങ്കിൽ വേറൊരു പേരാണ് കണ്ടക്ടർ. കണ്ടക്ടർ അല്ലെങ്കിൽ കോറിനെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇൻസുലേഷൻ. ഇതാണ് നമ്മളുടെ ഇൻസുലേഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ മെറ്റാലിക് ഷീറ്റ്.
ഓക്കെ, മെറ്റാലിക് ഷീറ്റ് ആണ് ഇത് നമ്മളുടെ മെറ്റാലിക് ഷീറ്റ് ആണ്. അടുത്തത് എന്താ, ബെഡിങ്. ഈ കാണുന്ന ചെറിയ 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 ഇത് കാണുന്നുണ്ടോ, ഒരു ഓറഞ്ച് കളറിൽ കാണുന്നത് അല്ലെ, ഇടയിൽ കൊടുക്കുന്നത്, അതിന് ബെഡിങ് എന്ന് പറയാം. അതിന്റെ പുറത്ത് എന്തുണ്ട്, ആർമറിങ് ഉണ്ട്. പിന്നെന്താ വരുന്നത്, സെർവിങ് വരുന്നുണ്ട്. ആർമറിങ് ആണ് കേട്ടോ ഇത് ഈ കാണുന്ന ഒരു നമ്മളുടെ കോർ അല്ലെങ്കിൽ കണ്ടക്ടർ പോലുള്ള കളറിലുള്ള കാണുന്നത് ആർമറിങ് ആണ്. അതിന്റെ ഇടയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബെഡിങ് ചെയ്യുന്നത്. ലാസ്റ്റ് പോർഷൻ ആണ് സെർവിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ, എന്താണ് ഒരു അണ്ടർഗ്രൗണ്ട് കേബിളിന്റെ ഉള്ളിലുള്ള ആ ഒരു കോൺസെപ്റ്റുകൾ. ഇനി നമുക്ക് നോക്കാം എന്താണ് കോർ, എന്തിനു വേണ്ടിയിട്ട്, കോറിൽ ഏത് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ. അപ്പൊ നോട്ട് ചെയ്യാം. ഫസ്റ്റ് എന്താ, കോർ ഓർ കണ്ടക്ടർ. എന്താണ് കോർ അല്ലെങ്കിൽ എന്താ കണ്ടക്ടർ എന്ന് പറയും. എന്താണ്, കേബിൾ മേ ഹാവ് വൺ ഓർ മോർ ദാൻ വൺ കണ്ടക്ടർ കോർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് സർവീസ് which it is intended. അതായത് നമ്മളുടെ സർവീസിനനുസരിച്ച് നമ്മൾ പറഞ്ഞു ഹൈ പവർ ട്രാൻസ്മിഷൻ, ഹൈ കറന്റ് ക്യാരിയിങ് കപ്പാസിറ്റി, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കേബിൾസ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് തരുന്ന, അതായത് പവറിന്റെ നമുക്കറിയാം, ഹൈ പവർ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി വേരി അല്ലെ, ഓരോ സ്ഥലത്തും ഓരോ ഹൈ പവർ അപ്ലിക്കേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ അപ്ലിക്കേഷൻ അത് നമുക്ക് ഡിസൈൻ ചെയ്യാം. അതായത് സിംഗിൾ കോർ വേണോ, അതായത് സിംഗിൾ കോറിൽ ഡിസൈൻ ചെയ്യുന്ന കേബിൾസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ മൾട്ടിപ്പിൾ കോർ, അതായത് ഒന്നോ അതിൽ കൂടുതലോ കോറുകൾ യൂസ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്യുന്നത്, അതിന്റെ സർവീസിനെ ബേസ് ചെയ്തിട്ടാണ് അതെന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. എ കേബിൾ മേ ഹാവ്, എന്താണ്, ഒന്നോ അതിൽ കൂടുതലോ കോറുകൾ ഉണ്ടാവാം. എങ്ങനെയാണ് അത് ക്ലാസിഫൈ ചെയ്യുന്നത്, അതിന്റെ സർവീസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, അത് ഉണ്ടാക്കുന്നത്, മാനുഫാക്ചറിങ് ഒക്കെ കേട്ടോ. അടുത്തത് നോക്കിയേ, ദ കണ്ടക്ടർ ആർ മെയ്ഡ് ഓഫ്, വളരെ ഇമ്പോർട്ടന്റ്. ഇവിടെ യൂസ് ചെയ്യുന്ന കേബിളിൽ യൂസ് ചെയ്യുന്ന കണ്ടക്ടേഴ്സ് ഏതാണെന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണത്, നമ്മളുടെ ടിൻഡ് കോപ്പർ ഓർ അലുമിനിയം ആണ് നമ്മൾ സാധാരണ എന്തിൽ യൂസ് ചെയ്യാറുള്ളത്, ഈ കോർ അല്ലെങ്കിൽ കണ്ടക്ടേഴ്സിൽ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പൊ ഏതാണ് നമ്മൾ കണ്ടക്ടേഴ്സ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ക്വസ്റ്റ്യൻ വരിക. ടിൻഡ് കോപ്പർ അല്ലെങ്കിൽ എന്താണ്, അലുമിനിയം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടക്ടർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. അതിന് പ്രത്യേകത എന്താണ്, ഫ്ലെക്സിബിൾ, അത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഫ്ലെക്സിബിലിറ്റി ടു ദ കേബിൾ ആൻഡ് ഹാവിങ് ഹൈ കണ്ടക്ടിവിറ്റി. ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കോപ്പർ, ടിൻഡ് കോപ്പർ അല്ലെങ്കിൽ എന്താ അലുമിനിയം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോർ അല്ലെങ്കിൽ കണ്ടക്ടർ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണത്. ഓക്കെ, ഇനി അടുത്തത് ആരായിരുന്നു നമ്മൾ പഠിച്ചത്, കോർ കഴിഞ്ഞു അല്ലെ, സി എന്ന ആ ഒരു ഇത് കഴിഞ്ഞു. അടുത്ത ആരായിരുന്നു, CI, ആരാണ്, ഇൻസുലേറ്റർ. നോക്കിയേ, ഇൻസുലേഷൻ, എന്തിനാണ് ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, നോക്കിയേ, a core or conductor is provided with a suitable thickness of insulation and the thickness of layer depending upon voltage to be withstand by the cable. അപ്പൊ തിക്നെസ്സിന് എന്തിന്റെ പ്രത്യേകതയുണ്ട്, വോൾട്ടേജ് വിത്ത്സ്റ്റാൻഡ്, ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് തിക്നെസ് ഓഫ് ലെയർ, ഇതും പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് തിക്നെസ് ഓഫ് ലെയർ, നമ്മളുടെ ഇൻസുലേഷന്റെ തിക്നെസ് ഓഫ് ലെയർ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ വോൾട്ടേജ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ ഒരു ഏരിയയിൽ, വോൾട്ടേജ് ടു ബി വിത്ത്സ്റ്റുഡ് ബൈ ദ കേബിൾ. തിക്നെസ് ഓഫ് ദ ലെയർ ഇൻസുലേഷന്റെ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, വോൾട്ടേജിനെ. ഓക്കെ, അത് നോക്കിയേ, ദ കോമൺലി യൂസ്ഡ് മെറ്റീരിയൽ, ഏത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യുക, PVC, XLPE. ഓൾറെഡി പറഞ്ഞതാണ്, നമ്മൾ കണ്ടതാണ് ആ ഡയഗ്രാമിൽ അല്ലെ. ഏതൊക്കെയായിരുന്നു ഉണ്ടായത്, ഇത് നോക്കിയാ. അത് കൂടാതെ എന്താണ്, വാർണിഷ്, കേംബ്രിക് ഓർ റബ്ബർ, മിനറൽ കോമ്പൗണ്ട്, ഇംപർഗനേറ്റഡ് പേപ്പർ, എല്ലാം നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഇൻസുലേഷൻ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് എന്താ PVC പറയാം, XLPE കേബിൾ എന്നൊക്കെ പറയാം. ഈ കേബിളിന്റെ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ പഠിക്കും. അതായത് ബേസ്ഡ് ഓൺ അണ്ടർഗ്രൗണ്ട് കേബിളിലെ കൺസ്ട്രക്ഷൻ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് അതിന്റെ എന്ത് നോക്കാം, ക്ലാസിഫിക്കേഷൻസ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഇൻസുലേഷൻ മെറ്റീരിയൽ അനുസരിച്ചും കേബിളിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതായത് XLPE കേബിൾ, PVC കേബിൾ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ കോറിനെ ബേസ് ചെയ്തിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്, ബേസ്ഡ് ഓൺ കോർ. അതായത് നമ്മളുടെ കണ്ടക്ടർ, സിംഗിൾ കണ്ടക്ടർ അല്ലെങ്കിൽ
രണ്ട് കണ്ടക്ടർ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ബേസ്ഡ് ഓൺ കോറിനെ ബേസ് ചെയ്തിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു അണ്ടർഗ്രൗണ്ട് കേബിളിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസിഫിക്കേഷൻസ് വരുമ്പോൾ നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ലെയേഴ്സ് നോക്കാം. അടുത്ത ലെയർ ഏതാ? കണ്ടക്ടർ കഴിഞ്ഞു, ഇൻസുലേഷൻ കഴിഞ്ഞു അല്ലെ, CI കഴിഞ്ഞു. അടുത്ത ഞാൻ കോഡ് പറഞ്ഞതിൽ ആരായിരുന്നു? സിംബയിലെ എം. എം പറഞ്ഞാൽ എന്താ? മെറ്റാലിക് ഷീറ്റ് അല്ലെ. മെറ്റാലിക് ഷീറ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ലെയർ ഏതായിരുന്നു നമ്മളുടെ? മെറ്റാലിക് ഷീറ്റ് ആണ്. അപ്പൊ നോട്ട് ചെയ്യാം എന്താണ് മെറ്റാലിക് ഷീറ്റ് എന്നുള്ളത്. മെറ്റാലിക് ഷീറ്റ് എന്തിനാ യൂസ് ചെയ്യുന്നത്? നോക്കിയേ, ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ കേബിൾ ഫോർ മോയിസ്ചർ. കേബിളിൽ നിന്ന് മോയിസ്ചർ, അതുപോലെ ഗ്യാസസ്, അതുപോലെ അതർ ഡാമേജിങ് ലിക്വിഡ്സ്, അതായത് ആസിഡ്സ് ഓർ ആൽക്കലൈൻസ് ഇൻ ദ സോയിൽ ആൻഡ് അറ്റ്മോസ്ഫിയർ. എ മെറ്റാലിക് ഷീറ്റ് ഓഫ് ലെഡ് ഓർ അലുമിനിയം ഈസ് പ്രൊവൈഡഡ് ഓവർ ദ ഇൻസുലേഷൻ. മെറ്റാലിക് ഷീറ്റ് എവിടെയായിരുന്നു? ഇൻസുലേഷന്റെ മുകളിലായിരുന്നു. മെറ്റാലിക് ഷീറ്റ് എന്തിനാ ഉപയോഗിക്കുന്നത്? നോക്കിയേ, മോയിസ്ചർ, കേബിളിനെ എന്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ? ഫ്രം മോയിസ്ചർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് അത്. ഫുൾ എന്തിനൊക്കെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? നോക്കിയേ, എന്തിനൊക്കെയാണ്? ഫ്രം മോയിസ്ചർ, ഗ്യാസസ് ഓർ അതർ ഡാമേജിങ് ലിക്വിഡ്സ്, അതായത് ആസിഡ്സ് പോലുള്ളത്, അല്ലെങ്കിൽ എന്താണ്, ആൽക്കലീസ് പോലുള്ളതെന്നൊക്കെ. സോയിലുള്ള മോയിസ്ചർ, ഗ്യാസസ്, ഡാമേജിങ് ലിക്വിഡ്സ് ആയിട്ടുള്ള ആസിഡ്സ് ഓർ ആൽക്കലീസ് എന്നൊക്കെ എന്തിനെ? ഇൻസുലേഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? മെറ്റാലിക് ഷീറ്റ് ഉപയോഗിക്കുന്നത്. മെറ്റാലിക് ഷീറ്റ് ഏതൊക്കെയാണ്? നോക്കിയേ, ഷീറ്റ് ഓഫ് ലെഡ് അല്ലെങ്കിൽ അലുമിനിയം ആണ് യൂസ് ചെയ്യുന്നത്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെറ്റാലിക് ഷീറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ആരാണ്? ലെഡ് അല്ലെങ്കിൽ എന്താണ്, അലുമിനിയം ആണ് നമ്മൾ ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആള്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇൻസുലേഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കുക, മെറ്റാലിക് ഷീറ്റ് ആണ്. മെറ്റാലിക് ഷീറ്റ് കേബിളിനെ എന്തിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലുള്ള, സോയിലുള്ള ആസിഡ്സ് അല്ലെങ്കിൽ ആൽക്കലൈൻസ് പോലുള്ള മെറ്റീരിയൽ, പിന്നെന്താ അവിടുത്തെ മോയിസ്ചർ, ഗ്യാസസ്, അതൊന്നൊക്കെ ആര് പ്രൊട്ടക്ട് ചെയ്യും? മെറ്റാലിക് ഷീറ്റ് പ്രൊട്ടക്ട് ചെയ്യും. മെറ്റാലിക് ഷീറ്റിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാ? ലെഡ് അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഷീറ്റ് ഏതൊക്കെയാണ്? ലെഡ് അല്ലെങ്കിൽ അലുമിനിയം ഷീറ്റ് ആണ് ഉപയോഗിക്കുന്നതെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ. അടുത്തത് ആരായിരിക്കും? നമ്മൾ പഠിച്ച കോഡിൽ എന്താണ്? കണ്ടക്ടർ C, ഇൻസുലേറ്റർ I, മെറ്റാലിക് ഷീറ്റ് M, പിന്നെ ആരാ വന്നത്? CIM B അല്ലെ. ബി ആരാ? ബെഡിങ് അല്ലെ. ബെഡിങ് അല്ലേ C. അപ്പൊ നമുക്ക് ബെഡിങ്ങിനെ കുറിച്ച് നോക്കാം. അടുത്തത് അപ്പൊ നോക്കിയേ, ബെഡിങ് എവിടെയായിരുന്നു? നമ്മൾ കണ്ടില്ലേ, മെറ്റാലിക് ഷീറ്റിന്റെ പുറത്തായിരുന്നു ആരുണ്ടായിരുന്നത്? ബെഡിങ് ഉണ്ടായിരുന്നത് അല്ലെ. ബെഡിങ് നോക്കിയേ, ഓവർ ദ മെറ്റാലിക് ഷീറ്റ് ഈസ് അപ്ലൈഡ് എ ലെയർ ഓഫ് ബെഡിങ് വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് ഫൈബറസ് മെറ്റീരിയൽ. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ്? എന്ത് മെറ്റീരിയൽ കൊണ്ടാണ്? ഫൈബറസ് മെറ്റീരിയൽ ആയിട്ടുള്ള ജൂട്ട്, ഹെസൻ ടൈപ്പ് പോലുള്ള മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ബെഡിങ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദ പർപ്പസ് ഓഫ് ബെഡിങ്, എന്തിനു വേണ്ടിയിട്ടാണ് ബെഡിങ്? ബെഡിങ് എവിടെയാ കിടക്കുന്നത് നമുക്ക് അറിയാലേ. CIM, മെറ്റാലിക് ഷീറ്റിന്റെ പുറത്താണ് ആരുള്ളത്? ബെഡിങ് ഉള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് ബെഡിങ്? മെറ്റാലിക് ഷീറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. നോക്കിയേ, ദ പർപ്പസ് ഓഫ് ബെഡിങ് ഈസ് ടു പ്രൊട്ടക്ട് ദ മെറ്റാലിക് ഷീറ്റ് എഗെയിൻസ്റ്റ് എന്തെന്നൊക്കെ? കൊറോഷൻ ആൻഡ് ഫ്രം മെക്കാനിക്കൽ ഇഞ്ചുറി എന്നൊക്കെ. അതായത് നമ്മളുടെ മെറ്റാലിക് ഷീറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെഡിങ് എന്ന് അറിഞ്ഞിരിക്കുക. എന്തിനൊക്കെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനൊക്കെയാണ് പ്രൊട്ടക്ട് ചെയ്യുക? കൊറോഷൻ അല്ലെ. കൊറോഷൻ അല്ലെങ്കിൽ എന്താ? മെക്കാനിക്കൽ ഇഞ്ചുറി ഡ്യൂ ടു ആർമറിങ്ങിൽ ഉണ്ടാവുന്ന, അടുത്ത ആളാണ് ആർമറിങ് കേട്ടോ. അപ്പൊ അതിൽ നിന്ന് ഉണ്ടാവുന്ന എന്താണ്? കൊറോഷനിൽ നിന്നും, അതുപോലെ തന്നെ മെക്കാനിക്കൽ ഇഞ്ചുറി ഡ്യൂ ടു എന്ത് മൂലം? ആർമറിങ് മൂലം ഉണ്ടാവുന്ന മെക്കാനിക്കൽ ഇഞ്ചുറി എന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരിനെ യൂസ് ചെയ്യുന്നത്? ബെഡിങ്ങിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ബെഡിങ്ങിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്? നോക്കിയേ, ഫൈബറസ് മെറ്റീരിയൽ ആയിട്ടുള്ള ജൂട്ട് അല്ലെങ്കിൽ ഹെസൻ ടേപ്പ് ആണ് നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നത്? ബെഡിങ്ങിന് ഉപയോഗിക്കുന്നത്. ബെഡിങ് ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? മെറ്റാലിക് ഷീറ്റിനെയാണ്. മെറ്റാലിക് ഷീറ്റിന്റെ പുറത്താണ് ആരുള്ളത്? ബെഡിങ് ഉള്ളത്. അത് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ഹെസൻ ടൈപ്പ് അല്ലെങ്കിൽ എന്താണ്? ഫൈബറസ് മെറ്റീരിയൽ ആയിട്ടുള്ള ജൂട്ട് പോലുള്ള മെറ്റീരിയൽ കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. പിന്നെന്താണ്? എന്തിനാ പ്രൊട്ടക്ട് ചെയ്യുന്നത് മെറ്റാലിക് ഷീറ്റിനെ? കൊറോഷൻ അല്ലെങ്കിൽ എന്താ? മെക്കാനിക്കൽ ഇഞ്ചുറി ഡ്യൂ ടു ആർമറിങ്. ഇത്രയും കാര്യങ്ങളാണ് ബെഡിങ്ങിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. ഇനി ബെഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആരാ വരുന്നത്?
CIMB അല്ലേ? ബി കഴിഞ്ഞ ആരായിരുന്നു? സിംബയിലെ CIMBA. എ പറഞ്ഞാൽ എന്താ? ആർമറിങ് അല്ലേ? അപ്പൊ ആർമറിങ് എന്തിനു വേണ്ടിയിട്ടാണ്? നോക്കിയേ, ആർമറിങ് എവിടെ ഇരിക്കുന്നത്? ബെഡിങ്ങിന്റെ പുറത്താണ് അല്ലെ? അപ്പൊ ഓവർ ദ ബെഡിങ് ആർമറിങ് ഈസ് പ്രൊവൈഡ് വിച്ച് കൺസിസ്റ്റിംഗ് ഓഫ് 1 or 2 ലെയർ ഓഫ്. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അത് ഗാൽവനൈസ്ഡ് സ്റ്റീൽ വയർ അല്ലെങ്കിൽ എന്താ സ്റ്റീൽ ടൈപ്പ് പോലുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ആരിനെ ഉണ്ടാക്കിയിട്ടുള്ളത്? നമ്മളുടെ ആർമറിങ്ങിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. മെയിൻ പർപ്പസ് എന്താണ്? മെക്കാനിക്കൽ ഇഞ്ചുറി വിച്ച് ലൈയിങ് ഇറ്റ് ആൻഡ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഹാൻഡിലിംഗ്. അതായത് നമ്മൾ ഒരു കേബിളിനെ എടുത്ത് താഴെ ഇടും അല്ലെ? നല്ല വെയിറ്റ് ആയിരിക്കും. അപ്പൊ താഴെ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് എന്ത് സംഭവിക്കാം? അവിടെ മെക്കാനിക്കൽ ഇഞ്ചുറീസ് ഉണ്ടാവാം അല്ലെ? കേബിളിന് മെക്കാനിക്കൽ ഇഞ്ചുറി എന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന വർക്ക് ആർക്കാ ഉള്ളത്? ഈ ആർമറിങ്ങിനാണ് ഉള്ളത്. നിങ്ങൾ കണ്ടിട്ടില്ലേ വലിയ വലിയ കേബിൾസിനെയൊക്കെ എന്താണ് നമ്മൾ കൈ പിടിച്ചിട്ട് പോവോ? ഇല്ല. അതെന്ത് ചെയ്യും? ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലായി താഴെ ഇടുമ്പോൾ എന്ത് സംഭവിക്കാം? മെക്കാനിക്കൽ ഇഞ്ചുറീസ് അവിടെ കോസ് ചെയ്യാം. അപ്പൊ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർമറിങ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഓവർ ദ ബെഡിങ് എവിടെയാണ് അത് ഉള്ളത്? ബെഡിങ്ങിന് പുറത്ത് അല്ലെ? ഓവർ ദ ബെഡിങ് ആർമറിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെന്താണ്? ഒന്നോ അതിൽ കൂടുതലോ 1 or 2 ലെയേഴ്സ് ഓഫ് ആരൊക്കെയാ ഉള്ളത്? ഗാൽവനൈസ്ഡ് സ്റ്റീൽ വയർ അല്ലെങ്കിൽ സ്റ്റീൽ ടൈപ്പ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെന്താ വരുന്നത്? പർപ്പസ് അല്ലെ? കേബിളിനെ എന്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആർമറിങ് യൂസ് ചെയ്യുന്നത്? ഫ്രം മെക്കാനിക്കൽ ഇഞ്ചുറി വൈൽ ലേയിങ് ഇറ്റ് ഓർ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഹാൻഡിലിംഗ് എന്നാണ് പറയുന്നത്. അതാണ് അതിന്റെ മെയിൻ പർപ്പസ് ട്ടോ. നോട്ട് ചെയ്യുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോട്ട് ചെയ്യുക. അടുത്ത പോർട്ട് ആരാണ്? സർവിങ് അല്ലെ? CIMB കഴിഞ്ഞു, A കഴിഞ്ഞു. യെസ് ആരാ? സർവിങ്. ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ആർമറിങ് ഫ്രം. ആർമറിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരുള്ളത്? നമ്മളുടെ സർവിങ് എന്ന് പറയുന്ന ആളെ ഏറ്റവും ലാസ്റ്റ് സെർവ് ചെയ്യുക അല്ലെ? നമ്മൾ എന്താണ് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് അല്ലേ സെർവ് ചെയ്യുക? അങ്ങനെ ആലോചിച്ച് നോക്കുക. അവസാനം എന്ത് ചെയ്തു? അവസാനത്തെ ലെയർ ഏതാ? സെർവ് ചെയ്യുക. സർവിങ്ങിന്റെ പർപ്പസ് എന്താ? സർവിങ്ങിന്റെ ആർമറിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യുക. എന്തിനൊക്കെ? അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, എ ലെയർ ഓഫ് ഫൈബറസ് മെറ്റീരിയൽ ആയിട്ടുള്ള ജൂട്ട് സിമിലർ ടു ബെഡിങ്. നമ്മൾ ബെഡിങ്ങിൽ എന്താണോ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ആ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ഇവിടെയും സർവിങ്ങിലും യൂസ് ചെയ്യുന്നത്. എവിടെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? എബോ ആർമറിങ്ങിന്റെ പ്രൊവൈഡ് ഓവർ ദ ആർമറിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും പാർട്സുകൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ പാർട്സും നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. അതിൽ നിന്നൊക്കെ പ്രീവിയസ് ഇയറിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ പാർട്സുകളും നിങ്ങൾ എന്ത് ചെയ്യണം? അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുക. അതിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേജ് നിങ്ങൾ നോട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ട്രിക്ക് പറഞ്ഞത്. സിംബാസ് എന്നൊരു കോഡ് വെച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക, ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ UG കേബിൾ റിലേറ്റഡ് അതായത് കൺസ്ട്രക്ഷൻ ഓഫ് UG കേബിൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ CCയിൽ KSEB വർക്കർ റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഇതിനകത്ത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഓരോ ക്ലാസ്സുകളും. കാരണം ഡെയിലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലൈവ് സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് MCQs നമ്മൾ ഇതിലൂടെ പ്രൊവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.